ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് എല്ലാ നാട്ടുരാജ്യങ്ങളെയും കീഴടക്കി വിജയിച്ചു വന്നിരുന്നു. അവിടുത്തെ ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും എല്ലാം ഭീതിയും അടിമത്തവും ഒക്കെ അനുഭവപ്പെട്ടു. അപ്പോൾ അവിടെ വേറൊരു രാജാവെന്ന് ഈ രാജാവിനെ അടിമയാക്കി. എന്നിട്ട് അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഇവരെ എല്ലാം സ്വതന്ത്രരാക്കും. ഇതുപോലെ തന്നെ കൊളോസോസ് 2:15 നാം ഒരു കാര്യം കാണുന്നു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. ദൈവം ആ നാട്ടുരാജാക്കന്മാർക്ക് എന്നതുപോലെ നമുക്കും ആദ്യമേ നൽകിയിരുന്ന ഒരു പ്രത്യാശയും സമാധാനവും സ്വാതന്ത്ര്യവും ഒക്കെയുണ്ട്. വിശുദ്ധ ജീവിതത്തിൽ ഈശോയോട് കൂടിയുള്ള കൂട്ടായ്മ സ്ഥാപിക്കാനുള്ള ഒരു വിളി. എന്നാൽ പാപത്തിന്റെ സ്വാധീനം മൂലം നമുക്ക് ആ വിളി നഷ്ടമായി. എന്നാൽ പിതാവായ ദൈവത്തിന് സ്വയം ഈശോ സമർപ്പിച്ചു. അത് എന്നിട്ട് നമ്മെ വീണ്ടെടുത്തു. കൊളോസോസ് 2:15. നമുക്കെതിരായി നിന്ന ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ ഇല്ലായ്മ ചെയ്തു, നമ്മെ സ്വതന്ത്രരാക്കി.